ബാ നമുക്ക് നല്ലൊരു കേട്ടറിംഗ് സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 2.5 കിലോ ചിക്കന്. ഏകദേശം ഇതൊരു 10 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2.5 കിലോ ചിക്കൻ എടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഒരുപാട് വേണ്ട. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരിത്തിരി വെളിച്ചെണ്ണ, ഇവിടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൂട്ടി യോജിപ്പിക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നമ്മുടെ സവാളയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മൾ വഴണ്ടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വഴണ്ട് വരട്ടെ. എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ, നന്നായിട്ട് കുറുകി വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി നന്നായിട്ട് സവാള വഴണ്ട് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും, അതിൻ്റെ കൂടെ നമ്മൾ ഓൾ സ്പൈസസ് ആയ 2-3 ഏലക്കായും 1-2 കറുകപ്പട്ടയുടെ ചെറിയ കഷ്ണങ്ങളും, പിന്നെ 1-2 ഗ്രാമ്പൂവും തക്കോലോ എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ സവാള ഇപ്പോൾ ഒരു 1/4 വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലും കുറച്ചുകൂടെ വഴണ്ട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ വഴറ്റിയെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അരച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും മറ്റുള്ള സ്പൈസസും എല്ലാം കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി വകകളൊക്കെ ചേർക്കാമേ. ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉലുവയും 1 നുള്ള് നല്ല ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ചേർത്തിറക്കാം. ിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് ഇളക്കിയതിൻ്റെ ഒരു പാത്രത്തിൻ്റെ ഒരു നടുഭാഗം കണ്ട് ചെറിയതായിട്ടൊരു സ്ഥലം ഉണ്ടാക്കി അവിടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേറ്ററിംഗുകാരുടെയൊക്കെ ചിക്കൻ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിലെങ്ങനെ ചെയ്യുമെന്നൊക്കെ വിചാരിക്കും. അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൈദയാണ്. അതിനകത്തൊരു മൈദ നമുക്ക് മൂപ്പിച്ച് ചേർക്കാം. ഞാൻ ഈ ഒരു സ്പൂണിന് 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇടയ്ക്കൊന്ന് മൂപ്പിച്ച് ചേർക്കാം. നല്ല തിക്ക് ഗ്രേവി കിട്ടും. വേറൊരു രുചിയുമാണ്. നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കഴിക്കാറുണ്ടല്ലോ കേറ്ററിംഗ് ഫുഡ്. അത് നമ്മൾ വിചാരിക്കത്തില്ല ഇതെന്നതാ ഈ ഒരു ടേസ്റ്റിൻ്റെ കാരണം. ഇതെന്താ ഇതിനുള്ള ഇൻഗ്രീഡിയൻറ്റ് ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ്. ഇച്ചിരി മൈദ നമ്മൾ ഇതിനകത്ത് ചേർക്കും. അതാണ്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് വെള്ളം ഊറി വരുമ്പോഴത്തേക്കും നമുക്കിനി തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട്. നമ്മുടെ ചിക്കനിലെ വെള്ളം ചെറുതായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം കൂടെ ചേർക്കാം. ഞാനൊരു 200 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചേർക്കുന്നുണ്ട്. ബാക്കി വെള്ളം കൂടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിക്കോളും. നമ്മൾ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനകത്ത് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു തക്കാളിക്കയും കൂടെ ചേർക്കാം. ഞങ്ങളുടെ
നമ്മുടെ തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു തിളച്ചു. ഞാനൊരു തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ചെറിയ തക്കാളിക്കയും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കി പാകമാണോ എന്ന് നിങ്ങളൊന്നുകൂടെ നോക്കണം. ഉപ്പൂടെ കറക്റ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നന്നായിട്ട് എണ്ണ ഇറങ്ങി വരും. അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ സെർവ് ചെയ്യാനുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്.